കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈദരാബാദി ഫിഷ് ബിരിയാണി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടോ? അതിൻ്റെ ഒരു രുചിയും മണവും ഭംഗിയും ഒക്കെ ഒന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹൈദരാബാദി ഫിഷ് ദം ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പീസ് അയക്കൂറയാണ്. ഇത് രണ്ടും കൂടിയിട്ട് 1/2 കിലോഗ്രാമാണ് ഉള്ളത്. നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അയക്കൂറ തന്നെ വേണമെന്നില്ല. അയക്കൂറ ആവോലി അതുപോലുള്ള കുറച്ച് കട്ടിയുള്ള മീനാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര്, പിന്നെ ഏകദേശം 2 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ വെള്ളം, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, സംശയമുള്ളവർക്ക് അതിലും നോക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ മസാല എല്ലാ ഭാഗത്തും അങ്ങ് പുരട്ടി കൊടുക്കാം. മീനിൻ്റെ 2 ഭാഗത്തും നന്നായിട്ട് മസാല പുരട്ടാൻ ശ്രദ്ധിക്കുക. മസാല പുരട്ടിയ മീൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് രണ്ടാമത്തെ പീസ് നമുക്ക് ഇതേപോലെ മസാല പുരട്ടി കൊടുക്കാം. മസാല പുരട്ടിയ മീൻ കഷ്ണങ്ങൾ ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും മറ്റുള്ള സാധനങ്ങളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. പിന്നെ ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അരമണിക്കൂറോളായി ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ബാസ്മതി റൈസ് ഇങ്ങനെ കുതിർത്തെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് ജീരകശാല റൈസ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ നമ്മൾ സാധാരണ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നത് ബാസ്മതി റൈസ് വെച്ചിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം 2 തക്കാളിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ തക്കാളിയുടെ പേസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മീനിൽ മസാല പുരട്ടിയിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 6-7 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ 6-7 ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായതിന് ശേഷം 2 മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഏകദേശം ഒരു 4 മിനിറ്റ് സമയം, അത്രയും സമയം ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് മൊരിച്ചെടുക്കണ്ട. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മീൻ ഒരുപാട് അങ്ങ് ഫ്രൈ ആയിട്ട് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 4 മിനിറ്റൊക്കെ ആകുമ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം ആ തിരിച്ചിട്ട ഭാഗവും നമുക്കൊരു 4 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അങ്ങ് മൊരിയണ്ട. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 4 മിനിറ്റ് ഏകദേശം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വെന്തിട്ടൊക്കെ ഉണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലോണം ഒന്നും മൊരിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച എണ്ണ ഉണ്ടല്ലോ, ഇത് കളയരുത് കേട്ടോ. ഇത് നമുക്ക് മസാലയിലേക്കും ലാസ്റ്റ് ദം ചെയ്യുന്ന സമയത്തൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ വെള്ളം വെച്ച് കൊടുക്കുക. അരി വേവിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആകുമ്പോഴേക്കും നമ്മുടെ ചോറും റെഡി ആവണം. അതിന് വേണ്ടിയിട്ട് രണ്ടും ഒരേ സമയത്ത് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ വറ്റിച്ചെടുക്കുന്നില്ല. ചോറ് വേവിച്ചിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ടാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വെള്ളം കുറച്ചധികം എടുക്കുക. ഞാൻ ഒരു കപ്പിന് ഏകദേശം 4 കപ്പ് എന്നുള്ള രീതിയിലൂടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചൂടായ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കി കുറച്ച് എണ്ണ ദം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 കഷ്ണം പട്ട ചേർക്കാം, ഒരു 4-5 ഗ്രാമ്പു,
പിന്നെ കുറച്ച് ഒരു 3-4 ഏലക്കായ്, ഒരു കറുത്ത ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കാം, നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഷാജീര, അതായത് കാരവേ സീഡ്സും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർക്കാം. സവാള ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ സവാള കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ വഴറ്റണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സവാള നല്ലതുപോലെ ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് ഇതിൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള ഇത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതും കൂടി ചേർത്ത് ഏകദേശം 1-2 മിനിറ്റ് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ച തക്കാളിയാണ്. തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഏകദേശം 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ തക്കാളി വേവാൻ വേണ്ടിയിട്ട് നമുക്കിതിവിടെ ചെറിയ തീയിലാക്കിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ച വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. വെള്ളം നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 വലിയ കഷ്ണം പട്ടയാണ്. പിന്നെ ഒരു 7-8 ഗ്രാമ്പു ഇതിലേക്ക് ചേർക്കാം. ഒരു 5 ഏലക്കായ് ചേർക്കുന്നുണ്ട്. 2 കറുത്ത ഏലക്കായ് ചേർക്കാം. ഒരു തക്കോലം ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഷാജീര, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഏറ്റവും അവസാനം ഞാൻ ചേർക്കുന്നത് റോസ് ബഡ്സ് ആണ്. ഒരു 7 എണ്ണം ചേർക്കുന്നുണ്ട്. റോസ് ബഡ്സ് നമ്മൾ മിൽക്ക് കേക്കിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെക്കുമല്ലോ, അത് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക. ഇല്ലെങ്കിൽ ഇതിന് പകരം ഒരു 4-5 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്താൽ മതി. അപ്പോഴും നല്ലൊരു റോസിൻ്റെ ഫ്ലേവർ കിട്ടും. നമ്മുടെ ഈ ബിരിയാണിക്ക് റോസിൻ്റെ ഫ്ലേവർ, അതായത് നമ്മുടെ പനിനീറിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെയാണെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം സാഫ്രോൺ ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ് ബഡ്സ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ റോസ് ബഡ്സ് അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതല്ലെങ്കിൽ റോസ് എസൻസ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 2 ടീസ്പൂൺ റോസ് എസൻസ് ചേർത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച അരി ഇതിലേക്ക് ചേർക്കാം. അരിയിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ തിളച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് തുടങ്ങിയാൽ പിന്നെ ഒരു 7-8 മിനിറ്റ് സമയം മാത്രമേ വേവേണ്ട ആവശ്യമുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ ഈ മസാല നമുക്ക് നോക്കാം. ഇത് തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റി കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കൈ നിറയെ മല്ലിയില അരിഞ്ഞതും അത്രയും തന്നെ പുതിനയില അരിഞ്ഞതും കൂടി ചേർക്കാം. പിന്നെ ഒരു 1/3 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വരെയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനൊരു 1/3 കപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച 2 കഷ്ണം മീനും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ മീൻ വെച്ച് കൊടുക്കുന്ന സമയത്ത് മീനിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതുപോലെ ഉള്ളി മസാല, അതായത് നമ്മുടെ ബിരിയാണി മസാല മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ മസാലയിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ മീനും നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. മസാല കൊണ്ട് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മസാലയിൽ മീനിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മീനിൽ ഈ മസാലയൊക്കെ ഒന്ന് കവർ ചെയ്ത് നിൽക്കുകയും വേണം. അതിനായിട്ടൊരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ
വേവിക്കാൻ വേണ്ടി വെച്ച ചോറ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് 100% വേവേണ്ട ആവശ്യമില്ല. ഒരു 75% വെന്താൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അതിൽ കിടന്നിട്ട് വെന്തോളും. ഇതിപ്പോൾ ഏകദേശം ഒരു 75%-ഓളം ഈ ഒരു റൈസ് വെന്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 2-3 മിനിറ്റ് മീനും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത റൈസ് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട്, ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം നമ്മുടെ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 75-80% മുകളിൽ ചോറ് വേവാൻ പാടില്ല കേട്ടോ. ബാക്കി നമ്മുടെ ഈ മസാലയിൽ കിടന്നിട്ട് വേണം വേവാനായിട്ട്. അപ്പോൾ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ചോറ് മുഴുവൻ നമ്മുടെ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ സ്പൈസസും മറ്റും അതിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ എടുത്ത് മാറ്റാവുന്നതാണ്, കൂടുതൽ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ചല്ലോ, മീൻ പൊരിച്ച എണ്ണ കുറച്ച് ബാക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ ആ എണ്ണ നമുക്ക് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കളറിന് വേണ്ടിയിട്ട് സാഫ്രോൺ മിൽക്ക് അതൊക്കെ ഒഴിക്കുന്നതിന് പകരം ഞാനിന്ന് ഈ ഒരു എണ്ണയാണ് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലൊരു ഫിഷിൻ്റെ ഫ്ലേവറും കിട്ടും, പിന്നെ നല്ലൊരു കളറും കിട്ടും അതിനായിട്ടാണ്. അതുപോലെ നമ്മൾ റൈസ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിന് നല്ല ഫ്ലേവറായിരിക്കും. ധാരാളം സ്പൈസസും നമ്മുടെ റോസ് ബഡ്സും ഒക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു ഫ്ലേവറുള്ള വെള്ളമാണ്. അതൊരു 3-4 ടേബിൾ സ്പൂൺ ഈ ചോറിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് മല്ലിയില പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് നല്ലതുപോലെ സൈഡിലൊക്കെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ദം ചെയ്യുന്ന സമയത്ത് ഒട്ടും ചൂട് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇത് അലൂമിനിയം ഫോയിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വാഴയില വെച്ച് നന്നായിട്ട് കവർ ചെയ്താൽ മതി. നമ്മുടെ ഈ ചോറിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനും ചൂട് പുറത്തേക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ വാഴയില അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ഇനി ചെറിയ തീയിൽ നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. നിങ്ങൾ ദം ചെയ്യാൻ വെക്കുന്ന പാത്രത്തിന് അടി കട്ടിയില്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും പഴയ തട്ടോ പാത്രം അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 15 മിനിറ്റ് ഇത് ദം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അലൂമിനിയം ഫോയിൽ തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നല്ലോണം ആവിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ദമ്മായിട്ടുമുണ്ട്. ആ ആവി പുറത്തേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം അത് നല്ല പെർഫെക്റ്റായിട്ട് ദമ്മായി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ നല്ലതുപോലെ ചോറ് നമ്മൾ ഇടുന്ന സമയത്ത് അധികം വെന്തിരുന്നില്ല, ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ചൂടോട് കൂടി തന്നെ വിളമ്പാം. ഞാനിത് വിളമ്പുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ചോറ് മുഴുവൻ ഒരു ബൗളിലേക്ക് മാറ്റും. മുകളിലുള്ള ചോറ് മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ താഴെയുള്ള 2 പീസ് മീൻ കഷ്ണങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ ബൗളിലുള്ള ചോറ് തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ നല്ലോണം മസാല ഉണ്ടാവും. ഏറ്റവും അടിയിലാണല്ലോ മസാല ഉണ്ടാവുക. ആ മസാലയും ചോറും കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു വലിയ പ്ലേറ്റിലേക്ക് വിളമ്പിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചോറ് മുഴുവൻ വിളമ്പിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മീൻ കഷ്ണങ്ങളും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മുകളിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, എണ്ണ കുറച്ച് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മീനിന് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ബ്രഷ് ചെയ്ത് കൊടുത്തത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എണ്ണ കളയാതെ കുറച്ച് അവിടെ മാറ്റി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫിഷ് ബിരിയാണി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹൈദരാബാദി ഫിഷ് ബിരിയാണി നിങ്ങൾ ഇതുവരെയും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇത് ധൈര്യത്തിൽ ഉണ്ടാക്കിക്കോളൂ. പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്